യെസ് ഗൗതം. മാഷേ, നമ്മുടെ മമതാ ബാനർജിക്ക് ഈ ഹിന്ദുക്കളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇപ്പം അമിത്ഷാ തന്നെ ഈ കാര്യം പറയുകയാണ്. മമത നിരന്തരം മുസ്ലിം എപ്പീസ്മെൻ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാതി മനുഷ്യ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. മദർ ലാൻഡ് പീപ്പിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മുദ്രാവാക്യത്തിൽ നിന്ന് മമത വ്യതിചലിച്ചിട്ട് മുല്ല, മദ്രസ ആൻഡ് മാഫിയ അത്തരമൊരു രീതിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ? മമതയ്ക്ക് ഹിന്ദുക്കളോട് എന്താണ് ഇത്ര വെറുപ്പ്? അത് ഈ ഹിന്ദുക്കളോട് വെറുപ്പാണോ അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ പ്രീണനമാണോ എന്നതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ അമിത്ഷാജി ആ വിഷയം ഉന്നയിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉന്നയിക്കുക. ഇപ്പോൾ ഈ മുദ്രാവാക്യം വളരെ മനോഹരമായിരുന്നല്ലോ. ഈ അമ്മ, ഭൂമി, മനുഷ്യൻ, അത് എല്ലാം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളൊക്കെ ആയല്ലോ. അമ്മ, നമ്മൾ ഭാരത് മാത എന്ന് പറയുന്ന രാജ്യം, അതിന് വേണ്ടത് 2 ഘടകങ്ങളാണ്. മാതൃരാജ്യത്തിന് വേണ്ടത് 2 ഘടകങ്ങളാണല്ലോ. ഒന്ന് നമ്മുടെ മണ്ണ് വേണം, മനുഷ്യനും വേണം. മണ്ണും മനുഷ്യനും ചേർന്നാണല്ലോ അമ്മ. അമ്മ എന്ന് വെച്ചാൽ നമ്മുടെ മാതൃഭൂമി. അപ്പോൾ ആ അർത്ഥത്തിൽ മനോഹരമായ മുദ്രാവാക്യമാണത്. മണ്ണിനെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, കൃഷിയെ സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ സുരക്ഷയെ, അതിർത്തിയെ സംരക്ഷിക്കുക. പ്രത്യേകിച്ച് ബംഗാളിൽ അത് വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. മനുഷ്യനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം മനുഷ്യരെയും, വിഭാഗീയതയും വിവേചനവും ഇല്ലാതെ മനുഷ്യനെ സംരക്ഷിക്കുക എന്ന ആ അർത്ഥത്തിൽ ആ മുദ്രാവാക്യം വലിയ സ്വീകാര്യത നേടിയതാണ്. ആ മുദ്രാവാക്യം അവരുടെ ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു താനും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും 2011 ശേഷം ഇപ്പോഴും അവർ മുഖ്യമന്ത്രിയായി നിൽക്കുന്നു. അവർ പലതവണ കേന്ദ്രമന്ത്രിയായി, ദീർഘകാല MP ആയിരുന്നു. അവർ നിന്ന പാർട്ടികളിലൊക്കെ അവർക്ക് ഈ പൊളിറ്റിക്സ് നടപ്പാക്കാൻ പറ്റി. എല്ലാ പാർട്ടികൾക്കും ബാധകമായ മുദ്രാവാക്യമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടാണ് അവർ വന്നത്, മഹിള. പിന്നീട് അപ്പോൾ ആ കാലത്തും ഈ മുദ്രാവാക്യം പ്രസക്തമാണ്. കോൺഗ്രസിൽ നിന്ന് പോയിട്ട് ഈ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോഴും അതും ഈ വളരെ പ്രസക്തമാണല്ലോ ഈ മുദ്രാവാക്യം. അതുകൊണ്ട് അന്നൊക്കെ പ്രസക്തമാണ്, അന്ന് ജനങ്ങൾ സ്വീകരിച്ചതുമാണ്. പിന്നെ അവർക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ബംഗാളിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരുടെ വലിയ വോട്ട് ബാങ്കാണ്. അവരോട് സംസാരിക്കാനുള്ള ഭാഷയും അവർക്കറിയുമോ? നിനക്ക് ഗൗതമിന് അറിയുമെന്നറിയില്ല. സാക്ഷാൽ മമതാ ബാനർജിയുടെ PG എന്താണെന്നറിയോ? ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്. അത്തരത്തിലൊരു ബന്ധമുണ്ട് അവർക്ക്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റും അവരോട്. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ അവരെക്കുറിച്ചുള്ള എല്ലാ ആരോപണങ്ങളും നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ വേറൊരു രാഷ്ട്രീയ നേതാവിനും ഇല്ലാത്തൊരു ഐഡൻറ്റിറ്റി അവർക്കുണ്ട്. അതെന്താണെന്നറിയോ? ഇന്ത്യയുടെ പൊതുമുതലിൽ നിന്ന് നയാ പൈസ ഇപ്പോഴും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എടുക്കാത്ത ഒരേ ഒരു നേതാവാണ് അവർ. മമതയെ നമുക്ക് അവരുടെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോഴും അവർ ഒരു റോൾ മോഡൽ എന്ന നിലയിൽ ബെസ്റ്റ് മോഡലാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ മികച്ച മാതൃകയാണ്. അത് മാറ്റം. കാരണം അവർ ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തോളൂ. കൽക്കത്തയിൽ അവരുടെ ഒരു ജീവിതം പോയി നോക്കി എല്ലാവരും ഷുദാപ്പ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി, അവർ BBC-യിൽ, അപ്പോൾ അവരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഷുദാപ്പ പോൾ, മമതാ ദീദി എന്ന് പറഞ്ഞിട്ട്. ദീദി എന്നാണ് എൻ്റെ മുഴുവൻ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അത് ആമസോണിൽ വലിയ തോതിൽ വിറ്റുപോയൊരു പുസ്തകമാണ്. ആ പുസ്തകം ഞെട്ടിക്കുന്ന കഥകൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ, അവരുടെ ജീവിതം അത്ഭുതകരമാണ്. പക്ഷേ പൊതുപ്രവർത്തനത്തിൽ നല്ലൊരു മാതൃകയാണ് മമത എന്ന് പറയുമ്പോഴും അവർ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് ശരിയാണോ? അല്ല, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ പ്രീണനം ബംഗാളിൻ്റെ ചരിത്രത്തിൽ ചെയ്യാത്തത് ഒരു പക്ഷേ BJP എന്ന പാർട്ടി വളരെ പതുക്കെയാണ് ബംഗാളിൽ ശക്തിപ്പെട്ട് വന്നത്. ഇപ്പോഴും അവർ ഏതാണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന തരത്തിലൊരു മുന്നണിയൊന്നും ഇപ്പോഴും ബംഗാളിൽ ഉണ്ടായി വന്നിട്ടില്ല. ബംഗാൾ ഭരിച്ച പാർട്ടികളൊക്കെ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്നതിനെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ രക്ഷ പ്രധാനപ്പെട്ട അജണ്ടയായി സ്വീകരിച്ചവരാണ്. കോൺഗ്രസ് ഭരിച്ച കാലത്ത് അങ്ങനെയാണ് ചെയ്തത്. CPM അത് തന്നെയാണ് ചെയ്തത്. മമതയും അത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ പാർട്ടി ഓഫീസുകളൊക്കെ CPM ഓഫീസുകൾ അപ്പടി തൃണമൂലിൻ്റെ ഓഫീസായിട്ട് മാറുകയാണ്. CPM-ന് വേണ്ടി തല്ലാനും കൊല്ലാനും പോയിരുന്ന അതേ ആളുകളാണ് CPM-നെ തല്ലാൻ പോകുന്നത്. അവിടുത്തെ പൊളിറ്റിക്സ് അതാണ്. ആ കൃത്യമായ ഗ്രാസ് റൂട്ട്, തൃണമൂൽ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, ഗ്രാസ് റൂട്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ആ പൊളിറ്റിക്സ് കൃത്യമായി വശത്താക്കിയ ഒരാളാണ്. അവരോടൊപ്പം ജീവിക്കുന്നുണ്ട് അവർ. അതുകൊണ്ടാണ് അവർ പൊതുരംഗത്ത് നിന്ന് പൈസ എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഗവൺമെൻറ് അതിഥി മന്ദിരത്തിൽ താമസിക്കുന്നില്ല, സർക്കാരിൻ്റെ വണ്ടി ഉപയോഗിക്കുന്നില്ല, സർക്കാരിൻ്റെ TADA ലോക്സഭയിലായിരുന്നപ്പോഴും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും വാങ്ങിയിട്ടില്ല, ബംഗാളിൽ നിന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെ വ്യത്യസ്തമായൊരു സംഗതി ഉണ്ട് അവർക്ക്. പക്ഷേ അമിത്ഷാ ഇപ്പോൾ ഉന്നയിച്ച ആരോപണത്തിൽ ഒന്ന്
മുല്ലയാണ്. അല്ല, അമിത്ഷാ ഈ മാമാതി മനുഷ്യൻ എന്ന് പറയുന്നതിനെ അദ്ദേഹം എതിർക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് മമത വ്യതിചലിച്ചു. അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഇപ്പൊ 3 മാ വന്നിരിക്കുന്നു. അതെ, മുല്ല, മദ്രസ ആൻഡ് മാഫിയ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടും മുല്ലയും മദ്രസയും എന്താണ്? മുസ്ലിം പ്രീണനമാണ്. അത് മമതയുടെ വോട്ട് ബാങ്കാണ്. അത് എന്തിനാണ് അമിത്ഷാ ഉന്നയിക്കുന്നത്? മമതയുടെ വോട്ട് ബാങ്കും മമതയുടെ അജണ്ടയും ഈ മുസ്ലിം കേന്ദ്രീകൃതമാണ്, ന്യൂനപക്ഷ പീഡനമാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ട് ക്യാൻവാസ് ചെയ്യാനും പോളറൈസ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും BJP പറയേണ്ട പൊളിറ്റിക്സ് അതാണ്, മമതയുടെ പൊളിറ്റിക്സ് അല്ല താനും അത്. ആ പൊളിറ്റിക്സിനെ എങ്ങനെ ഇത് പറയും തോറും ഒരു പക്ഷേ ബംഗാളിൻ്റെ ഒരു സ്ഥിതി വെച്ച്, ബംഗാളിൻ്റെ ഒരു പൊളിറ്റിക്സ് വെച്ച്, അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ ഒരു സ്വഭാവവും വെച്ച് അത് പറയും തോറും മമതയ്ക്ക് ഗുണമാണ് ചെയ്യുക. മമതയുടെ പൊളിറ്റിക്സ് മമതയ്ക്ക് നന്നായിട്ട് അറിയാതെ. ഈ ജമീന്ദാർമാർ അത്തരത്തിലുള്ള പ്രമാണിമാരല്ല മമതയുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ സന്ദേശ് കാലി അവിടെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഷാജഹാനെ രക്ഷപ്പെടുത്തുവാനും ED പോലീസിനെ വിറ്റ് ആക്രമിക്കാനൊക്കെ ഈ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മുൻകൈയെടുത്തത്. അതെ, ഈ അവസാനത്തെ അജണ്ട ഇപ്പോൾ അമിത്ഷാ പറഞ്ഞ ഈ 3 വാക്കുണ്ടല്ലോ, ആദ്യത്തെ 2 വാക്ക് മമതയ്ക്ക് അനുകൂലമാണ്. മമതയുടെ കറക്റ്റ് പൊളിറ്റിക്സ് ആണത്. മദ്രസയും മുല്ലയും മദ്രസയും. അവസാനത്തേത് വേറെയാണ്. അവസാനത്തേത് മാഫിയയാണ്. അത് മമതയുടെ ദൗർബല്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, വ്യക്തിപരമായി ഈ പറഞ്ഞ ഒരു അഴിമതി കേസിലും കക്ഷിയാവാത്ത ഒരാൾ, വ്യക്തിപരമായി പൊതു ഫണ്ടിൽ നിന്ന്, രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും ജീവിക്കാൻ എടുക്കാത്ത ഒരാൾ, ജീവിതത്തിൽ വ്യത്യസ്ത ചിലവൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുടുംബമില്ല, മക്കളെ കൊണ്ടുണ്ടാകുന്ന ദുഷ്പേരുകളൊന്നും വരാനില്ല, ആർക്കും വേണ്ടി സമ്പാദിച്ചു വെക്കാനില്ല. അവർക്കാണെങ്കിൽ അത്ഭുതകരമായൊരു കാര്യം, അവർ മനോഹരമായിട്ട് ഗംഭീരമായി ചിത്രം വരയ്ക്കും. അവർ നന്നായി പാട്ടെഴുതും. ബംഗാളി ഭാഷയിൽ അവരുടെ കാസറ്റുകൾ വലിയ തോതിൽ വിറ്റ് പോകുന്നുണ്ട്. പാട്ടുകൾ ആർക്കും അറിഞ്ഞൂടാത്. വേറൊരു ജീവിതമുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന റോയൽറ്റി തന്നെ കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട് അത്രേ. ബംഗാളികൾ മുഴുവൻ ഇത് പാട്ട് കേട്ടാലും കേട്ടില്ലെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ കാശ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മുഴുവൻ സംഭാവന കൊടുത്താലും ബാക്കിയാണ്. വ്യക്തിപരമായ പണം കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ സോക്കോൾഡ് കോടീശ്വരന്മാരുണ്ടല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ആ ലിസ്റ്റിൽ മമത ഇല്ല. പക്ഷേ ജീവിക്കാൻ കോടിക്കണക്കിന് പൈസ കിട്ടുന്ന ഒരാളാണ്. അഴിമതി പണം അല്ല താൻ. ഞാൻ പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഈ 3ാമത്തേത് അവർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണം മാത്രമല്ല, സത്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, മമതയുടെ കയ്യിൽ ബംഗാളിൻ്റെ ഭരണം വന്നതോടുകൂടി മമതയെ തോൽപ്പിക്കാൻ ആര് ശ്രമിക്കാനും സാധിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ടു. അതാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു പാഠം. BJP ആവുന്ന പണിയൊക്കെ ശ്രമിച്ചു. കോർപ്പറേറ്റ്സ് അവരുടെ പണമൊക്കെ ഒഴുക്കി നോക്കി. ഇപ്പുറത്ത് കോൺഗ്രസ് ആവുന്നത്ര നോക്കി, CPM എമ്പാടും നോക്കി. ആരാ നോക്കാത്തത്? ബംഗാളിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മമതയ്ക്കെതിരായിരുന്നു. എന്നിട്ടും മമത ജയിച്ചു വന്നു. അപ്പോൾ എന്ത് തീരുമാനിച്ചു? മമത 21 തോറ്റിട്ടുണ്ടായിരുന്നു നന്ദിഗ്രാമിൽ, സുവേന്ദു അധികാരി. അല്ല, ഒരു സീറ്റിൻ്റെ കാര്യമല്ല. അതും അത്ഭുതകരമല്ലേ ഗൗതമേ? അവരല്ലാതെ ഒന്ന് ആലോചിച്ചു. അതാണ് ഒരു നേതാവിൻ്റെ സ്ട്രാറ്റജി. ഞാൻ അതിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. നിലപാട് എന്താണെന്നറിയോ? നന്ദിഗ്രാം തോൽക്കുമെന്നവർക്കറിയാം. പക്ഷേ അവിടെ ഏതെങ്കിലും അനുയായിയെ കൊണ്ടുപോയി നിർത്തി പരീക്ഷണത്തിന് പോയില്ല. തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ ആര് പോയി നിന്നു? അതൊരു വലിയ കോൺഫിഡൻസ് അല്ലേ? എല്ലാവരും തോൽക്കുന്നുള്ള പ്രതീക്ഷയിൽ ദീദി തന്നെ പോയി നിൽക്കുന്നു. ബാക്കി ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിലൊക്കെ അനുയായികൾ നിൽക്കുന്നു. അവരെ ഇരട്ട ചങ്കോടുകൂടി ആവേശം കൊണ്ടു പാർട്ടിയുടെ കൂടെ നിന്നു. മമത തോറ്റോട്ടെ, സുവേന്ദു അധികാരി ജയിച്ചു. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? 6 മാസത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും അനുയായി രാജിവെക്കുന്നു, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ജയിക്കുന്നു. അത് നേതാവിൻ്റെ കടുത്ത തീരുമാനമാണ്. ഇപ്പോൾ പലരും ഉള്ളൊരു പ്രശ്നം അതാണ്, തോൽക്കുമെന്ന് ഭയപ്പെടുന്നിടത്ത് നേതാവിനെ നിർത്തുകയല്ല, തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് നേതാവ് പോയി നിൽക്കുക. അതും വലിയ പാടാണ്, മാതൃകയാണത്. ഇപ്പോൾ ഒടുവിലത്തെ പ്രശ്നം ഇതാണ്, ഏത് മാഫിയ. ബംഗാൾ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞതോടുകൂടി കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലം കൊണ്ട് ബംഗാൾ രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മമായിട്ട് കാണുമ്പോൾ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ബംഗാളിലെ എല്ലാ മാഫിയകളും മമതയോടൊപ്പം വന്നു ചേർന്നു. കാരണം അവർക്കിനി പിടിച്ചു നിൽക്കാൻ അതേ വഴിയുള്ളൂ, അവർക്ക് രക്ഷപ്പെടാൻ. ഇപ്പോൾ ഈ വലതുപക്ഷ പാർട്ടി, ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വലതുപക്ഷ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്നു എന്ന് പറഞ്ഞ അർത്ഥം കോൺഗ്രസിൽ നടക്കുന്നതിനേക്കാൾ അവരുടെ താല്പര്യങ്ങൾ സുരക്ഷിതമായി ഇടതുപക്ഷത്ത് നടക്കുമെന്ന് തോന്നുക. അതായത് കോൺഗ്രസ് ഭരണത്തിൽ നടക്കാത്ത അഴിമതി, ക്രമക്കേട്, വഴിവിട്ട നടപടികളൊക്കെ ഇടതുപക്ഷ ഭരണത്തിൽ നടക്കുമെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ബംഗാളിലെ ഇപ്പോൾ മമതയുടെ പ്രതിസന്ധി, ബംഗാൾ മമത തൃണമൂൽ പാർട്ടി അജയ്യമായൊരു പാർട്ടിയായി മാറിയെന്ന. എങ്ങനെയായി മാറി? എല്ലാ വലതുപക്ഷ പിന്തിരിപ്പന്മാരും, എല്ലാതരം അഴിമതിക്കാരും, എല്ലാ മാഫിയകളും ഇപ്പോൾ തൃണമൂലിലാണ്. എന്തുകൊണ്ട്? പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ അതാണ് ആവശ്യം. അതാണ് മമതയുടെ അതുകൊണ്ട് ഈ മമതയ്ക്കെതിരെ 3 വാക്ക് ഉന്നയിക്കുമ്പോൾ BJP പോലെ അവരുടെ ഏറ്റവും പ്രമുഖ
എതിരാളി ഉന്നയിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 2 വാക്ക് അവർക്ക് അനുകൂലമായി വരുന്നതും ഒടുവിലത്തെ വാക്ക് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. ഇപ്പം 370 ആർട്ടിക്കിൾ 370 അതിനെ മമത അംഗീകരിക്കുന്നില്ല. രാം മന്ദിർ ഇനോഗ്രേഷന് പങ്കെടുത്തില്ല മമത. അതുപോലെ ദുർഗാ വിസർജൻ പോലുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് മമത ബംഗാളിൽ താല്പര്യം കാണിക്കുന്നില്ല. പകരം ഈദിന് മുസ്ലിമുകൾക്ക് ലീവ് കൊടുക്കുന്നു. അപ്പം ഇത്തരം ആരോപണങ്ങളൊക്കെ അവർക്ക് നേരെയുണ്ട്. അപ്പം ശക്തമായിട്ടുണ്ട്. ഹിന്ദുക്കളെ അവർക്ക് തീരെ അവർ CAA-ക്കെതിരാണ്, കൂട്ടത്തിൽ ഓർക്കേണ്ടതിനാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പല നടപടികൾക്കും എതിരാണ്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല, റോഹിംഗ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് റോഹിംഗ്യൻസിനെ കൊണ്ടുവരണം എന്ന് പറയുക മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഏറ്റവും കൂടുതൽ ലോകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ളത് തൊട്ടടുത്ത ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം, ബംഗ്ലാദേശിൽ നിന്ന് അങ്ങനെ വന്നവരില്ല എന്ന് ആര് കണ്ടു? അമിത്ഷാ പറയുന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക്, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിന്താ രീതികളൊന്നും മമത മുൻപോട്ട് വെക്കുന്നില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞു വരുന്നത്. അമിത്ഷയ്ക്ക് തീർച്ചയായിട്ടും അമിത്ഷാ പറയേണ്ട പൊളിറ്റിക്സുമാണത്. പക്ഷേ ബംഗാളിൻ്റെ മണ്ണിലുള്ള പൊളിറ്റിക്സ് വേറെയാണ്, ഗ്രാസ് റൂട്ട് വേറെയാണ്, അവിടുത്തെ സെൻറ്റിമെൻറ്റ്സ് വേറെയാണ്. അത് മമതയ്ക്ക് അറിയുന്നിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പഠിച്ച ഒരാൾ വേറെയില്ല. വേറൊരു പൊളിറ്റിക്സ് മമതയ്ക്ക് ഇല്ല കേട്ടോ. അവരോടൊപ്പം സാധാരണക്കാരോടൊപ്പം ജീവിച്ചിട്ട് അവരുടെ വേദനകളും അവരുടെ ദുരിതങ്ങളും മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നല്ലാത്ത ഒരു ഐഡിയോളജി അവർക്കില്ല. ആ ഐഡിയോളജിയിൽ ഇപ്പറഞ്ഞതിനൊക്കെ എതിരെ ആ സെൻറ്റിമെൻറ്റ്സ് തീർച്ചയായിട്ടും BJP-യുടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പല നിയമങ്ങൾക്കെതിരാണ്. എന്തുകൊണ്ടാണ് അത് അവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിന് എതിരാണ്. അവരുടെ കൂടെ നിന്നാൽ ഈസി ആയിട്ട് വളരെ സുരക്ഷിതമായി ജയിച്ചു പോകാൻ പറ്റും. എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട CPM മുഴുവനായിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ CPM-നകത്ത് നിലകൊണ്ട ആളുകൾക്ക് പോലും ഇവരുടെ ഒരു സംരക്ഷണയും ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ഇവരുടെ അടിസ്ഥാന ജനതയോടുള്ള കൂറിലും വിശ്വാസമുണ്ട്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അമിത്ഷാ പറയുന്നത് വളരെ ശരിയാണ് ആ അർത്ഥത്തിൽ. ഇപ്പം 2 കാര്യം ഓർക്കണം, ഇതൊരു സ്ഥിരം സ്ട്രാറ്റജിയാണ്. BJP നയങ്ങൾക്ക് എതിര് നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് വേണമെങ്കിൽ രാജ്യദ്രോഹികൾ, ദേശദ്രോഹികൾ എന്നൊക്കെ വിളിക്കാം. അത് BJP-യുടെ ഒരു രീതിയാണ്, മെത്തഡോളജി, അവരുടെ രീതിശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ BJP അങ്ങനെ എതിരാളിയാണെന്ന് വിളിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ശക്തിപ്പെടുന്നവരുണ്ടാവും. അതാണല്ലോ ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട്. BJP ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ അവർക്ക് മൊത്തത്തിൽ 18 സീറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തവണ സന്ദേശ് കാലി പോലുള്ള വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം BJP വലിയ രീതിയിൽ നേട്ടം കൊയ്യും എന്നാണ് അല്ല, പ്രതീക്ഷയാണ്. പിന്നെ സന്ദേശ് കാലിയുടെ ഒക്കെ ഒരു മറുവശവും വന്നു. ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ അദ്ദേഹം കാണിക്കുന്ന ഗുണ്ടായുസത്തിനെ പാർട്ടിക്കാരൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ള ഗുണ്ടകളൊക്കെയാണ് മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കേസിൽ പോലും പിന്നീട് പുറത്തു വന്ന കുറേ വിവരങ്ങൾ, ആ കേസ് എടുപ്പിച്ചതിൽ ഒക്കെ ഉണ്ടായ താല്പര്യങ്ങൾ, ഇപ്പോൾ ആനന്ദബോസ് പോലും ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ പുറത്തുവിട്ടതൊന്നും അവിടെ ശാശ്വതമായി ഇങ്ങനെ ഒരു വലിയ ഭൂമിയാണെന്ന അർത്ഥത്തിലല്ല. അതിൽ അവിടെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഷാജഹാൻ എന്തായാലും മമതയെ അധികാരമോഹം വല്ലാതെ തലക്ക് പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. കാരണം ഇപ്പം ഇന്ത്യ അലയൻസിൻ്റെ കൂടെ മമത ചേരുന്നില്ല. ഞാൻ പുറത്തു നിന്ന് പിന്തുണ നൽകും TMC എന്നാണ് മമത പറയുന്നത്. ഈ സീറ്റ് ഷെയറിങ്ങിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പുറത്തുനിന്നാണ് അവർ മാറി നിന്നത്. അപ്പം അധികാരമാണ് മമതയ്ക്ക് വേണ്ടത്. അല്ല, അങ്ങനെ അവരെക്കുറിച്ച് അങ്ങനെ അല്ലെങ്കിൽ അധികാരമോഹം ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി വല്ല മോഹം ഉണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി പദവിയേ ഉണ്ടാവുള്ളൂ. വേറെയുള്ളതൊക്കെ അവർ നേടിയതാണ്. കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രി, എല്ലാ പദവികളും റെയിൽവേ മന്ത്രി ഉൾപ്പെടെ ആയതാണ്. കേന്ദ്രത്തിൽ ഒന്നും ആവാനില്ല. അവിടെ ബംഗാളിലാണെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രി ഇന്ത്യയിൽ എല്ലാവരും കൊതിക്കുന്ന പദവികളിലൊന്നാണ്. അതിൽ പലതവണ വന്നതാണ്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി പദവിയാണ്. പ്രധാനമന്ത്രി പദവി അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ചർച്ചയെങ്കിലും ഈ ഇന്ത്യ മുന്നണി അവരുമായിട്ട് നടത്തേണ്ടതാണ്. ഒരു കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിക്കും തർക്കത്തിനിടയില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിക്കെതിരായി ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുമെങ്കിൽ എനിക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് 2 വട്ടം ആലോചിക്കാനില്ല. അത് മമതയാണ്. മമതയെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു ക്യാമ്പയിനാണ് ഇവർ ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ആദ്യമേ ആലോചിച്ചിരുന്നതെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുന്നണി പോലും ഉണ്ടായിട്ടില്ല. തൃണമൂൽ അവരുടെ പ്രകടന പത്രികയായിട്ട് പോകുന്നു. കെജ്രിവാൾ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ ഗ്യാരണ്ടി ആയിട്ട് വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ ഗ്യാരണ്ടിയാണ്. ഇത് കുറേ ദ്വീപുകളാണ്, കുറേ ഒറ്റപ്പെട്ട ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ട്. ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ട്. അതാണ് ഇവരുടെ പ്രശ്നം. പ്രധാനമന്ത്രി ആര് എന്നതിലേറെ ഇവർക്ക് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് മോദിക്കെതിരായി ഒരു പ്രധാനമന്ത്രി വേണമെന്ന ചിന്ത പോലും ഇവരെ നയിക്കുന്നില്ല.
അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതുകൊണ്ട് അധികാരമോഹം എന്നല്ല, അർഹിക്കുന്ന പരിഗണന ഒരു രാഷ്ട്രീയ മുന്നണിയിൽ പോലും അവർക്ക് കിട്ടാതാവുമ്പോൾ മമതയാണ്. മമത BJP പോകും. അല്ല, മമത എവിടെ പോവും എന്നൊന്നും തീരുമാനിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ മമത ഒരുപക്ഷെ BJPയിൽ വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മമത അത് തീരുമാനിക്കും. മമതയ്ക്ക് അതുപോലും ചെയ്യാൻ അല്ല, എനിക്ക് തോന്നുന്നത് അതിൽ ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം വെച്ചാൽ മമതയ്ക്ക് അങ്ങനെ വളരെ വളരെ സ്ട്രോങ് ആയ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ള ഒരാളല്ല. പക്ഷേ ഒരു വർക്കിംഗ് മോഡലാണ്, റോൾ മോഡലാണ്. ഒരു ഏത് പാർട്ടി പോയാലും ആ പാർട്ടിക്ക് അസറ്റായിരിക്കും. കാരണം ജനങ്ങളുടെ കൂടെ ജീവിക്കും, വ്യക്തിപരമായ ദുഷ്പേരുകളൊന്നും ഉണ്ടാക്കില്ല, അഴിമതിക്കാരിയല്ല. അധികാരം എന്ന് പറയുന്ന ഒന്ന് അവരെ സുഖിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. BJPയിൽ പോയാൽ പോലും ആലോചിക്കേണ്ട. പക്ഷേ BJPയിൽ പോയാൽ പോലും മമത അപ്പോഴും ഈ മുദ്രാവാക്യങ്ങൾ തന്നെയായിരിക്കും നിൽക്കുക. അമ്മ, ഭൂമി, മനുഷ്യൻ. നല്ലൊരു മുദ്രാവാക്യമാണ്, നല്ല മുദ്രാവാക്യമാണ്. അപ്പോൾ തന്നെ നിൽക്കാൻ അവർക്ക് പറ്റട്ടെ, യാതൊരു തർക്കവുമില്ല. മമതയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. മമത അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. കൊടികളും നിറങ്ങളും ഒക്കെ കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവായിരുന്നു. ജയപ്രകാശ് നാരായണൻ്റെ കാറിൻ്റെ ബോണറ്റിൽ കയറി ഇന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട് അവർ. പാർലമെൻറ്റിൽ അനാവശ്യമായൊരു വാക്ക് പറഞ്ഞപ്പോൾ എതിരാളിയെ പോയി അടിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ. മമത വേറൊരു ക്യാരക്ടറാണ്. മമതയെ നിങ്ങൾക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മമതയ്ക്കെതിരായുള്ള ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഉന്നയിക്കണം. മമതയെ എങ്ങനെ തോൽപ്പിക്കുക എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ ആരെ തോൽപ്പിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് തന്നെയാണ് മമത BJPക്ക്. അമിത്ഷാ വെറുതെ അല്ല പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമാകട്ടെ ബംഗാൾ രാഷ്ട്രീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.